തൃശൂർ ദേശമംഗലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. തലശ്ശേരി കൂട്ടുപാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിലാണ് അപകടമുണ്ടായത്. അസം സ്വദേശികളായ ഷഫീഖുൽ, ഭാര്യ റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുമ്പകശ്ശേരി സ്വദേശി അഷ്റഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴി ഫാം. ഷാബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷാബാസ്, ദാരുണമായ സംഭവമാണ്. ഇപ്പോൾ കോഴി ഫാമിൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അപ്പോൾ ഈ ഷോക്കേറ്റ് മരണം എപ്പോഴാണ് ഉണ്ടായത്? സ്മൃതി, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ദേശമംഗലം തലശ്ശേരിയിലെ ഒരു കോഴി ഫാമിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കോഴി ഫാമിൽ ജീവനക്കാരായ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിച്ചത്. അസം സ്വദേശികളായ 26 വയസ്സുകാരൻ ഷഫീഖുൽ, ഭാര്യ 23 വയസ്സുകാരി റുക്സാന എന്നിവരാണ് ഷോക്കേറ്റ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ ഇവർ ഈ ജോലിക്കായി ഫാമിലേക്ക് എത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അപകടം നടക്കുന്നത്. ഇരുമ്പകശ്ശേരി പള്ളത്ത് വീട്ടിൽ അഷ്റഫ് എന്നയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമാണ്. ആയിരക്കണക്കിന് കോഴികളാണ് ഇവിടെയുള്ളത്. ഇവയെ പരിപാലിക്കുന്നതും ഈ ഫാം നോക്കി നടത്തുന്നതും ഈ ഷഫീഖുലും ഭാര്യ റുക്സാനയുമാണ്. പോലീസ് പറയുന്നത് പ്രകാരം ഈ ഫാമിന് ചുറ്റും വൈദ്യുത വേലി ഉണ്ടായിരുന്നു. അതായത് എലികളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ തടയാനായി ഫാമിന് ചുറ്റും വൈദ്യുത വേലി ഉടമ സ്ഥാപിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത് എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. എന്തായാലും ഈ ചെറുതുരുത്തി പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ റുക്സാനയ്ക്കും ഷഫീഖുലിനും 2 മക്കളാണുള്ളത്. 7ഉം 3ഉം വയസ്സുള്ള 2 വിദ്യാർത്ഥികളായ മക്കളാണ് ഇവർക്കുള്ളത്. എന്തായാലും ഇവർ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർ ഇത്തരത്തിൽ ഈ ദേശമംഗലം തലശ്ശേരിയിലെ ഈ കോഴി ഫാമിൽ വെച്ച് ഷോക്കേറ്റ് മരിക്കുന്നത്. സ്മൃതി, ദാരുണമായ സംഭവമാണ് തൃശ്ശൂരിലുണ്ടായിരിക്കുന്നത്. ഷാബാസ്.